ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൃഷ്ടിസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്നാണ് നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചേട്ടനാണ് നമ്മുടെ പൊന്നൂസിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ അമ്പലത്തിലേക്ക് വരുന്നില്ല കേട്ടോ. കാരണം ചേട്ടന് കുറച്ച് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ വണ്ടി പറഞ്ഞിട്ടുണ്ട്, ഓട്ടോറിക്ഷ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ പൊന്നൂസ് ഇങ്ങനെ യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് വേണം ചേട്ടന് പോകാനായിട്ട്. അപ്പോൾ ഇതൊരു ഓണത്തിൻ്റെ ഒരു ടൈമിലാണ് കേട്ടോ ഗൈസ് ഈ നമ്മുടെ പൊന്നൂസിൻ്റെ പിറന്നാൾ വരുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്, ഞങ്ങളെ കയറ്റിയിട്ട് വേണം ചേട്ടന് കിച്ചണിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊന്നൂസ് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഇപ്പോൾ ഹാപ്പിയാണ്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, കുട്ടി ഭയങ്കര ഒരു വാശിയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ കിച്ചണിലേക്കും ഞങ്ങൾ അമ്പലത്തിലേക്കാണ് കേട്ടോ ഗൈസ് പോണത്. അപ്പോൾ ഈ വണ്ടിയിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ആൾക്കില്ല. ഇപ്പോൾ കുറച്ച് കളിയും ചിരിയൊക്കെയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലാണ് ആൾക്ക് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര വാശി. കുട്ടി ഇടത്തോട്ടാണോ എനിക്കെന്നൊരു സംശയമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞേട്ടൻ, നമ്മുടെ ഓട്ടോറിക്ഷയിലെ ചേട്ടനാണ് നമുക്ക് ഈ പൂ തന്നിരിക്കുന്നത്. അപ്പോൾ പൂവൊക്കെ വെച്ച് നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. അവിടെ വഴിപാട് എഴുതുന്ന ആ ഒരു ഗ്യാപ്പിനുള്ളിൽ നമ്മുടെ പൊന്നൂസ് ആ പൂവൊക്കെ വലിച്ച് കീറി അവിടെ പറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വഴിപാടൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പ്രസാദം തരാണ്ട് ആ ചേച്ചി, അതായത് ഞാൻ വാങ്ങിക്കാണ്ട് പോകുന്നതാണ്. കാരണം വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കളയലാണ് എപ്പോഴും പരിപാടി. അങ്ങനെ എല്ലാവരും അധികം കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ആ ചേച്ചി തിരിച്ച് വിളിച്ച് പ്രസാദം തരണം കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് പോണതിന് പൊന്നൂസ് ഭയങ്കര കരച്ചില്ല. അതായത് അവൾക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകണം, അതിൻ്റെ ഒരു വാശിയാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ആ പ്രസാദം കുറച്ച് കൊണ്ട് തന്നു. തിരിച്ച് അമ്പലത്തിൻ്റെ അകത്ത് തന്നെ പോവാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ പൊന്നൂസ് കരയാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ആ ചേച്ചി കൊണ്ടുവന്ന് പ്രസാദം തന്നൊന്ന് കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആളൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഗൈസ് തിരിച്ച് പോന്നു വീട്ടിലേക്ക് കേട്ടോ. വീട്ടിൽ വന്നിട്ടും ആളത്ത് തന്നെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാശി തന്നെയായിരുന്നു. എന്താണെന്നറിയില്ല, എന്താ പറയുക, ഭയങ്കര കുറുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദേഷ്യം വരുന്ന രീതിയിലായിരുന്നു പൊന്നൂസിൻ്റെ ഓരോരോ വാശികൾ. അപ്പോൾ നമ്മുടെ പൊന്നൂസിൻ്റെ കരച്ചിലും വാശിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടൊന്ന് കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ. തന്നെ കിടന്നുറങ്ങിയതാണ്. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പിൽ ഉച്ചക്ക് ഞങ്ങൾ സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കിച്ചണിൽ നിന്ന്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. എന്നാലും ആളുടെ ഒരു വാശി മാറാത്ത കാരണം അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഉച്ച തിരിഞ്ഞ് ഒരു 3-4 മണിയായപ്പോഴേക്കും അമ്മയും പൊന്നൂസിൻ്റെ ചിറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മാമ്മയും ചിറ്റയും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിരുന്നു. പിന്നെ നമുക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡി ആവാനുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അമ്മയും അഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പൊന്നൂസിന് റെഡിയാക്കി, പിള്ളേരൊക്കെ റെഡി ആയിട്ട്. അപ്പോൾ ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സൈഡിൽ കൂടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട ഏറെക്കുറെ സമയമായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെല്ലാവരും റെഡി ആയിട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പ്രാവശ്യം ബർത്ത്ഡേ ഒക്കെ ചൂസ് ചെയ്തത് സാരിയാണ്. അപ്പോൾ ഇവർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിള്ളേർ ഭയങ്കര കളിയിലായിരുന്നു. അവർക്ക് പൊന്നൂസിൻ്റെ മൈൻഡ് മാറി നിലനേന്ന് ഇതിനെ കണ്ടോടുകൂടി. അപ്പോൾ ഞങ്ങൾ സാരി, ചേട്ടൻ ഷർട്ടും മുണ്ടും അങ്ങനെയാണ് ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്, ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് നമ്മളിനി പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തമ്പാങ്കടവിലൊരു റിസോർട്ടിലാണ് നമ്മൾ പരിപാടി അല്ലെങ്കിൽ ഫംഗ്ഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു രീതിയിൽ ചെയ്യുക. നമ്മുടെ പൊന്നൂസിൻ്റെ ആദ്യത്തെ പിറന്നാൾ പോലെ അത്ര ഗ്രാൻഡായിട്ടൊന്നല്ല, ചെറിയൊരു പരിപാടി. നിസ്സാരം കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, ഒരു 19 പേര് താഴെയിട്ട് അങ്ങനെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഒരു 10 മിനിറ്റും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തും. അങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് കയറാണ്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫസ്റ്റ് ട്രിപ്പിൽ എന്തായാലും പോവില്ല. അപ്പോൾ ആദ്യം കുറച്ച് പേര് കയറിയിട്ട്
പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ടുപോകാനുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറണവരായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. കാരണം അവിടെ ഓൾമോസ്റ്റ് നമ്മൾ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഗസ്റ്റൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ വിളിച്ച് വന്നവർ വിളിക്കുകയാണ് നമ്മളവിടെ കാണാണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളവരെയും കയറ്റി നേരെ അവിടെ വെച്ച് പിടിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ തമ്പാങ്കടവിലെ റിസോർട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൊന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓരോരുത്തർ നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, തുടങ്ങി വന്നിട്ട് വേണം അവർക്ക് വരാനായിട്ട്. അങ്ങനെ നമ്മളുടെ ഒരു പൊന്നൂസിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളൊരു സ്റ്റേജ് ഇങ്ങനെ ഉണ്ടോ, അത്ര വലിയ ഓവറായിട്ടൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ സ്റ്റേജ് ഇതാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരു മോഡൽ ഇങ്ങനെ തപ്പിയപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ വേറൊരു രീതിയിൽ കിട്ടിയതാണ്. അത് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ ഗൈസ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റേജ്. പൊന്നൂസിൻ്റെ എന്താ പറയുക, ഫോട്ടോസിൻ്റെ 2 കട്ടൗട്ടൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് ചെറിയ സിമ്പിളായിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. എന്നാലും എൻ്റെ ഇഷ്ടത്തിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്. കാരണം പൊന്നൂസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് പൊന്നൂസിൻ്റെ കുഞ്ഞിലെ ഫോട്ടോസൊന്നും വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെ ഫോട്ടോ വെച്ച് ചെയ്യും എന്നങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു കട്ടൗട്ടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു വേറൊരു മോഡൽ കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയുണ്ടോ ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റേജ്. നമ്മുടെ എന്താ പറയുക സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞു രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്.
ഗൈസ് നമ്മുടെ കേക്ക് കട്ടിങ്ങും ഫോട്ടോ സെക്ഷനും നമ്മുടെ പൊന്നൂസിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ഫുഡ് സെക്ഷനിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ ഫുഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി, പത്തിരി, ചിക്കൻ കൊണ്ടാട്ടം, പോർക്കിൻ്റെ എന്തോ ഒരു സംഭവമുണ്ട്, ഫ്രൈഡ് റൈസ്, ഐസ്ക്രീം, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു. അപ്പോൾ ഇതെന്താണ് മഴ വരാഞ്ഞെന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നൂസിൻ്റെ പിറന്നാൾ ഒരു മഴയിലാണ്. അത് മഴ പെയ്താലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു ഐറ്റത്തിലേക്ക് മഴ പെയ്തു. അപ്പം നമ്മളൊക്കെ എന്താ പറയുക, ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പം മഴ പെയ്തുകൊണ്ട് നമുക്ക് യാതൊരു വിഷയമില്ല. നമ്മുടെ ചെക്കന്മാരൊക്കെ അതേ സ്റ്റേജിലൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്, ഞങ്ങൾ സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു വിഷയമില്ല. നമ്മളെന്നാലും ഹാപ്പിയാണ്. എന്നാലും ഞങ്ങൾക്കിത് ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയപ്പോൾ ഇതൊരു വേറൊരു വൈബായിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എപ്പോഴും ഞാൻ പറയാറൊന്നുമില്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും.